എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ ഈ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. മനസ്സിലായത്? എന്താ ചെറുക്ക, നിന്നെ 4 പേര് അറിഞ്ഞത്, നിന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ 4 പേര് അറിഞ്ഞതും ഈ യൂട്യൂബ് ചാനലിലൂടെ 2 രൂപ കിട്ടാൻ തുടങ്ങിയപ്പോഴല്ലേ നിനക്ക് രേണുസുധിയെ വേണം. അതായത് ഇതിന് മുമ്പ് നിന്നെ 4 പേര് അറിഞ്ഞത് എങ്ങനെ? ഈ രേണുസുധിയുടെ വീഡിയോയിൽ വന്നിട്ടും അവളുടെ റീലിൽ വന്നിട്ടും മോൻ കാണിച്ചിട്ടല്ലേ നിന്നെ 4 പേര് അറിയാൻ തുടങ്ങിയത്. അല്ലാതെ സുധി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്ന കാലത്ത് ആ ഒരു സുധിയുടെ പേരിൽ നിന്നെ അറിയപ്പെട്ടില്ല. രേണുസുധി വീഡിയോ ഇട്ട് ആ റീലിലൂടെ അറിയപ്പെട്ട് ഇപ്പോൾ നിൻ്റെ കയ്യിൽ 2 രൂപ ചുള വരാൻ തുടങ്ങിയപ്പോൾ നിനക്കിപ്പോൾ രേണുസുധിയെ കാണാൻ പറ്റാതായി, ആ കുടുംബത്തെ വേണ്ടാതായി. അതായത് നീ എനിക്ക് പറയാനുള്ള ഈ ബുദ്ധിയും വിവരമുള്ള ആരെങ്കിലും ഇവരെ കുടുംബത്തിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ രേണുസുധി എന്ന് പറയുന്ന സ്ത്രീ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. എന്താ പറയുക, ഈ ഒരു സമയത്തെങ്കിലും ആ സ്ത്രീയെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കണം ചേർക്കുക. കാരണം വെച്ചാൽ നിനക്ക് പ്രായമായിട്ടില്ല, പക്വതയായിട്ടില്ല. അത് എന്ന് വെച്ചാൽ ഈ പ്രായം പക്വത ആയിട്ട് നിന്നെ കുറേ ആളുകൾ എടുത്ത് പൊക്കിയിട്ട് രേണുസുധിക്കെതിരെ സംസാരിക്കാനൊക്കെ പറയാനും നിൻ്റെ കൂടെ ആളുകളുണ്ടാവും. പക്ഷെ മോനെ, യാഥാർത്ഥ്യമൊന്നല്ല, നീ അറിയാത്ത കുറേ സംഭവങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിലും അതൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ആ ഒരു പരിഗണനെങ്കിലും കൊടുക്കട ചേർക്കുക. എന്താണ് നീ ഇതെന്താണ്? ആരെങ്കിലും ഈ ചെക്കൻ്റെ കുടുംബത്തിലോ നാട്ടിലൊക്കെ ഉണ്ട്, ഈ ചെക്കനോട് ചെന്ന് പറഞ്ഞു കൊടുക്കുക. ഇവരെ ഈ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്നിങ്ങനെ അലക്കാതെ, ഒരു സ്ത്രീ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നില്ല പരിഗണനെങ്കിലും കൊടുക്കടാ. എന്താണ് നീയൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് മോനെ നീയൊക്കെ ജീവിക്കുന്നത്? നിൻ്റെയൊക്കെ ഒരു സമ്മതിച്ചു മോനെ. എന്നൊക്കെ